Hello dear students, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആംബിയസ് ലോ അതിൻ്റെ അപ്ലിക്കേഷൻസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ അതേ ചാപ്റ്ററിലെ ക്ലാസ് 12 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അതിൽ ബയോട്ട്-സാവർട്ട് ലോ, ആക്ച്വലി നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിൽ ഫസ്റ്റ് ബയോട്ട്-സാവർട്ട് ലോ ആണ്, അതിനുശേഷമാണ് നമുക്ക് ആംബിയസിലേക്ക് വരുന്നത്. ബയോട്ട്-സാവർട്ട് ലോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബയോട്ട്-സാവർട്ട് ലോയ്ക്ക് നമുക്കൊരു അപ്ലിക്കേഷൻ കൂടി പഠിക്കാനുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ബയോട്ട്-സാവർട്ട് ലോ മാത്രമേ ഡിസ്കസ് ചെയ്യുന്ന. ബയോട്ട്-സാവർട്ട് ലോ അതിൻ്റെ വെക്ടർ ഫോം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം വേറൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ലൂപ്പ് എന്നുള്ള അപ്ലിക്കേഷൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ബയോട്ട്-സാവർട്ട് ലോ, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈസ്റ്റഡ്സ് എക്സ്പെരിമെൻറ്റ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്നൊരു സയൻറ്റിസ്റ്റ് ചെയ്ത എക്സ്പെരിമെൻറ്റ്. കാര്യം വളരെ സിമ്പിളാണ്. ഒരു കറണ്ട് ഒഴുകുന്ന വയറ്, അല്ലെ, ബാറ്ററി കൊടുത്തിട്ടുള്ള കറണ്ട് ഒഴുകുന്ന കാണിക്കാൻ വേണ്ടിയാണ്. കറണ്ട് ഒഴുകുന്ന വയറ്, അതിനടുത്തൊരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ, ഇത് മാഗ്നറ്റിക് കോമ്പസ് നീഡിലാണ്. മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വടക്ക് നോക്കിയ യന്ത്രം എന്ന് പറയാം. ഒരു ചെറിയൊരു സംവിധാനമാണ് കോമ്പസ് നീഡിൽ. ഈ കോമ്പസ് നീഡിൽ വെക്കുമ്പോൾ ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലേ? ഈ കറണ്ട് ക്യാരിങ് വയറിനടുത്ത് കോമ്പസ് നീഡിൽ വെക്കുമ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ അദ്ദേഹം റിവേഴ്സ് ചെയ്ത് നോക്കി. കറണ്ട് ഡയറക്ഷൻ ആദ്യം ഇങ്ങോട്ട് ഒഴുകുന്നെങ്കിൽ തിരിച്ചാക്കി നോക്കി. അപ്പോൾ കോമ്പസ് നീഡിന്റെ ഡിഫ്ലക്ഷനും ഓപ്പോസിറ്റായി. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഈസ്റ്റഡ് കണ്ടുപിടിച്ചത്. അപ്പൊ ഈസ്റ്റഡിന്റെ ഡിസ്കവറി എന്താണെന്ന് വെച്ചാൽ, എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിങ് വയർ. കറണ്ട് ഒഴുകുന്ന ഒരു വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് ഒഴുകുന്ന ഒരു വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡിന്റെ ഡിസ്കവറി. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിങ് വയർ, അതാണ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ഡിസ്കവറി. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്? ഹൗ സ്ട്രോങ് ഈസ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്? അത് പറയുന്നത് ബയോട്ട്-സാവർട്ട് ലോ എന്നാണ്. ബയോട്ട്-സാവർട്ട് ലോ ആണ് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ബയോട്ട്-സാവർട്ടിലേക്ക് പോവാം. ഇതാണ് ബയോട്ട്-സാവർട്ട് ലോ. ഈ ബയോട്ട്-സാവർട്ട് ലോയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു കറണ്ട് ക്യാരിങ് വയറാണ്. ഇതൊരു കറണ്ട് ക്യാരിങ് വയറാണ്. ഇതിങ്ങനെ കർവ് ചെയ്ത് വരച്ച എന്തിനാ വെച്ചാൽ, ഇങ്ങനെ വളഞ്ഞ ഒരു വയർ വരയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ, അത് ഏത് ഷേപ്പ് ഉള്ളതായാലും കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സ്ട്രെയിറ്റ് വയർ ആയാലും കുഴപ്പമില്ല, ഏത് ഷേപ്പുള്ള വയറായാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു എലമെന്റ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്, DL. അതിൻ്റെ എലമെന്റ് DL ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്, DL. ഓക്കെ, ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൃത്യമായിട്ട് അതൊക്കെ ഈ നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഉപകാരം. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ വീണ്ടും ആ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഒരു കറണ്ട് ക്യാരിങ് വയർ, അതിൻ്റെ ചെറിയ എലമെന്റ് നമ്മൾ എടുക്കുകയാണ്. വി ആർ കൺസിഡറിങ് ദ സ്മോൾ എലമെന്റ്. അതിൻ്റെ ഒരു പാർട്ട്, ഇത് വളരെ ചെറിയ എലമെന്റ് ആണ്. അതിൻ്റെ ലെങ്ത് വളരെ ചെറുതാണ്, DL എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ഒരു ചെറിയൊരു പാർട്ട്, DL. D into L അല്ല ഉദ്ദേശിക്കുന്നത്. DL എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ എലമെന്റ് ഓഫ് ദ വയറിന്റെ ചെറിയൊരു പോർഷൻ. ആ പോർഷൻ കൊണ്ട് ഒരു പോയിന്റുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ആ വയറിന്റെ ആ പോർഷൻ കൊണ്ട് ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഈ പോയിന്റിലേക്കുള്ള ദൂരം സ്ട്രേറ്റ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഈ പോയിന്റിലേക്കുള്ള ദൂരം R ആണ്. ഞാനത് R വെക്ടർ എന്ന് എഴുതാം. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് R വെക്ടർ എന്ന് പറഞ്ഞാൽ, അവിടേക്കുള്ള ഡിസ്റ്റൻസിനെ ഒരു പൊസിഷൻ വെക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആയിട്ട് എഴുതി നമ്മൾ. അപ്പോൾ ഇതാണ് DLയുടെ ഡയറക്ഷൻ നമ്മൾ ആദ്യം കാണിച്ചത്. R, ഇവർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ എലമെന്റ് കൊണ്ട്, അല്ലെങ്കിൽ ഈ എലമെന്റിൽ കൂടെയുള്ള കറണ്ട് കൊണ്ട് ഇവിടെ എത്ര ഫീൽഡ് ഉണ്ടാവും? എന്ത് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ഉണ്ടാക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ചാർജ് ഉണ്ടാക്കുന്നത്, റെസ്റ്റിലുള്ള ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. മൂവിങ് ചാർജാണ് കറണ്ട്. മൂവ് ചെയ്യുന്ന ചാർജിനെ കറണ്ട് എന്ന് വിളിക്കാം, അല്ലേ? കറണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. കറണ്ട് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ എലമെന്റ് DL എലമെന്റ് കൂടെയുള്ള കറണ്ട് കാരണം
എത്ര ഫീൽഡ് ഇവിടെ ഉണ്ടാവും, വാട്ട് വിൽ ബി ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി, പിയിൽ എത്ര ഫീൽഡ് ഉണ്ടാവും, അതാണ് ബയോട്ട് സാവർട്ടിൽ പറയുന്നത്. ബയോട്ടും സാവോട്ടും രണ്ട് സയൻറ്റിസ്റ്റുകളുടെ പേരാണ്. അവർ പറയുന്നത് അവിടെയുള്ള ഫീൽഡ്, ഈ പോയിന്റ് പിയിലുള്ള ഫീൽഡ് എന്തിനൊക്കെ പ്രൊപ്പോർഷനാണ്. ഒന്നാമത് ഈ വയറിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന് പ്രൊപ്പോർഷനാണ്. ഒന്നാമത് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. നോക്കൂ, തുടക്കം തൊട്ട് വായിച്ചു നോക്കൂ. ബയോട്ട് സാവർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് the magnetic field at a point due to the small element of a current carrying wire is directly proportional to magnetic field at a point. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്തുകൊണ്ട്? ഡ്യൂ ടു എ സ്മോൾ എലമെന്റ് ഓഫ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. കറണ്ട് ക്യാരിങ് വയറിന്റെ ഈ ചെറിയ എലമെന്റ് കൊണ്ട് ഈ പോയിന്റിലെ ഫീൽഡ് അത് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആവും? ഒന്നാമതായിട്ട് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഈ വയറിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. രണ്ടാമതായിട്ട് ദ ലെങ്ത് ഓഫ് ദ എലമെന്റ് ഡി എൽ. നമ്മൾ എടുത്ത എലമെന്റ് അത് വളരെ ചെറിയ എലമെന്റ് ആയിരിക്കണം, പക്ഷെ അതിന്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണലാണ്. ലെങ്ത് ഓഫ് ദ എലമെന്റ് ഡി എല്ലിന് പ്രൊപ്പോർഷണലാണ്. മൂന്നാമതായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ഡി എൽ. നമ്മളെടുത്ത ഡിസ്റ്റൻസ് വെക്ടർ ആയിട്ട് എടുക്കുക, അതിനും ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ ഉണ്ടല്ലോ, നമ്മൾ ഈ കാണിച്ച ആംഗിൾ മനസ്സിലായ. ഈ ഡയഗ്രത്തിലാണെങ്കിൽ ഡി എല്ലിന്റെ ആ ഡയറക്ഷനാണ് ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുള്ളത്. ഡി എല്ലിനും ആറിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. അപ്പൊ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ എന്നല്ല, സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, ദ ലെങ്ത് ഓഫ് ദ എലമെന്റ് ഡി എൽ, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ഡി എൽ. Directly proportional and is inversely proportional to square of the distance of the point dl, square of the distance of the point from dl. dl എന്ന് പോയിന്റ് പിയിലേക്കുള്ള ദൂരത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂളിംഗ്സ് ലോ ഓർമ്മ വരുന്നുണ്ട്, ഗ്രാവിറ്റേഷന്റെ ലോ ഓർമ്മ വരുന്നുണ്ട്. അവിടെയെല്ലാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിൽ ഇതും ഇൻവേഴ്സ് സ്ക്വയർ ലോ തന്നെയാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ബയോട്ട് സാവർട്ട് ലോ പറയുന്നത് ഒരു കറണ്ട് ക്യാരിങ് വയറിന്റെ ചെറിയ എലമെന്റ് കൊണ്ട് ഒരു പോയിന്റ്, അതിനടുത്തുള്ള ഒരു പോയിന്റിലെ ഫീൽഡ് മൂന്ന് കാര്യങ്ങൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഒരു പാരാമീറ്ററിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏതൊക്കെ മൂന്ന് കാര്യങ്ങൾ? ഇറ്റ് ഈസ് ഞാൻ ഒന്നുകൂടി വായിക്കാം. കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ കുറേ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. ബയോട്ട് സാവർട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ദ സ്മോൾ എലമെന്റ് ഓഫ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഒരു ചെറിയ എലമെന്റ് കൊണ്ട് ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഐ, ദ ലെങ്ത് ഓഫ് ദ എലമെന്റ് ഡി എൽ, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ഡി എൽ. എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ കൂടുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഐ കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടും, ഡി എൽ കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടും, സൈൻ തീറ്റ കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഇവിടെ സൈൻ തീറ്റ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തീറ്റ കൂടുക എന്നർത്ഥം. തീറ്റ കൂടുക എന്ന് പറഞ്ഞാൽ തീറ്റ എത്ര വരെ കൂടാം? 90 വരെ കൂടാം. മനസ്സിലായോ? സൈൻ 90 ആണ് എന്ന് പറഞ്ഞാൽ 90 ആകാന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എപ്പോഴും 90 ആകുക? ഈ എലമെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡി എല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു അടുത്ത് വരണം പി. മനസ്സിലായി? അപ്പോഴാണ് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ഡി ബി മാക്സിമം വരുന്ന എപ്പോഴാണ്? നമ്മൾ ഈ ഡി എൽ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം വരുന്നപ്പോഴാണ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് മാക്സിമം വരിക. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എപ്പോഴാണ് വരിക? സൈൻ 90 ആണ് മാക്സിമം വരുന്നത്, 1 ആണത്. മനസ്സിലായോ? അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് മാക്സിമം ഫീൽഡ് വരുന്നതെന്ന് മനസ്സിലാവുന്നു. ദൂരം കൂടുമ്പോൾ എന്ത് ചെയ്യും? അവിടെയുള്ള ഫീൽഡ് കുറയും, ആ എലമെന്റോടുള്ള ഫീൽഡ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് ബയോട്ട് സാവർട്ട് ലോ മനസ്സിലായി അല്ലേ? Magnetic field at a point due to the small element of a current carrying wire is directly proportional to current, length of the element, sine of the angle between R and DL, and it is inversely proportional to square of the distance of the point from the element DL.
നോക്കൂ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് dB പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇവിടെ വരുന്ന കോൺസ്റ്റന്റ് ഏതാണ്? കോൺസ്റ്റന്റ് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന ഒരു കോൺസ്റ്റന്റ് വരുന്നുണ്ട്. ആ കോൺസ്റ്റന്റ് μ0/4π ആണ്. μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ്. എന്താണ് μ0/4π? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ 1/4πε0 എന്നല്ലേ കണ്ടേ? 1/4πε0 ശരിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ 1/ε0ക്ക് പകരം മാഗ്നറ്റിക്സിൽ വരുന്നത് μ0 ആണ്. 1/ε0ക്ക് പകരം μ0 കൊടുത്തു നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് μ0/4π കിട്ടി. മനസ്സിലായോ? 1/ε0ക്ക് പകരമാണ് μ0 വരുന്നത്. അപ്പൊ μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് ബയോട്ട്-സാവർട്ട് ലോ. അപ്പൊ ഇത് വെച്ച് നമുക്ക് ചെറിയ എലമെന്റ് കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിലോ നമുക്ക് ഈ കർവിന്റെ കൃത്യമായ ഇക്വേഷൻ അറിയണം, അതിന്റെ ഷേപ്പ് അറിയണം. ഷേപ്പ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്കതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഈ ചെറിയ ഫീൽഡുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ചെയ്യാം. ഇനി ബയോട്ട്-സാവർട്ട് വെക്റ്റർ ഫോമിലേക്ക് ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ dB ഈസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ μ0യുടെ വാല്യൂ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ അത് കാണണം. കഴിഞ്ഞ ലെക്ചർ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് പറയേണ്ടത്. ഇതാണ് μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപിയർ. 4π × 10⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപിയർ. ഇതാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിന്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിന്റെ അല്ലെങ്കിൽ എയറിന്റെ പെർമിയബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിനെ വെക്ടർ ഫോം ആക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇക്വേഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ ഒരു 6 കൊണ്ടിട്ടാണ്. ഐഡിയൽ സൈൻ തീറ്റയില്ലേ, ഐഡിയൽ സൈൻ തീറ്റയാണല്ലോ, ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ. ഞാൻ ന്യൂമറേറ്ററിൽ ഒരു 6 കൊണ്ടിട്ടാണ്, ഡിനോമിനേറ്ററിൽ 6 കൊണ്ടിട്ടാണ്. ഇവിടെ ഒരു 6 കൊടുക്കാം, ഇവിടെ ഒരു 6 കൊടുക്കാം. അപ്പൊ ഇഫക്റ്റീവ്ലി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇഫക്റ്റീവ്ലി ഞാൻ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, കാരണം r/r is 1. പക്ഷെ ഇതിങ്ങനെ എഴുതുമ്പോൾ നമുക്ക് μ0/4π ഐഡിയൽ ആർ സൈൻ തീറ്റ ഡിവൈഡ് ബൈ r³ എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ 6 ഉള്ളതുകൊണ്ടാണ് ഡിനോമിനേറ്റർ r³ ആയത്. ആക്ച്വലി ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ അങ്ങനെ എഴുതിയതാണ്, മനഃപൂർവ്വം എഴുതിയതാണ്. യെസ്, ഈ DL/r സൈൻ തീറ്റ എന്ന് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് A ക്രോസ് പി ഡെഫിനിഷൻ എന്താ? AB സൈൻ തീറ്റ ഇൻറ്റു ഒരു n ക്യാപ്പ് ഉണ്ട് അല്ലേ. ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് AB സൈൻ തീറ്റേനെ A ക്രോസ് പി എന്ന് എഴുതാം, ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ. ഈ കേസിൽ നമുക്ക് DBയെ വെക്ടർ ഫോമിൽ എഴുതാണ് μ0/4π I ഇൻറ്റു DL/r സൈൻ തീറ്റേനെ DL ക്രോസ് R എന്ന് എഴുതാൻ പറ്റും. കാരണം DL ക്രോസ് ആറിന്റെ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അത് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ബയോട്ട്-സാവർട്ടും ഇങ്ങനെ എഴുതിയത്. അപ്പൊ ഇത് വെക്റ്റർ ഫോമാണ്. എങ്ങനെ DL ക്രോസ് ആർ വന്നത്? DL/r സൈൻ തീറ്റയാണ് DL ക്രോസ് ആർ എന്ന് എഴുതിയിട്ടുള്ളത്. AB സൈൻ തീറ്റനെ A ക്രോസ് പി എന്ന് എഴുതുന്ന പോലെ DL/r സൈൻ തീറ്റനെയാണ് DL ക്രോസ് ആർ എന്ന് എഴുതിയിട്ടുള്ളത്. അത് DL ക്രോസ് ആർ തന്നെ എഴുതണം. R ക്രോസ് TL എന്ന് എഴുതിയാൽ പോരാ. R ക്രോസ് TL എന്ന് എഴുതിയ ഒരു മൈനസ് സൈൻ വരും, ഡയറക്ഷൻ ശരിയായില്ല, ഓപ്പോസിറ്റ് ആയി പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ബയോട്ട്-സാവർട്ടിലെ വെക്ടർ ഫോമില്. അപ്പൊ നമുക്കിത് മനസ്സിലായി. നമ്മൾ എന്തൊക്കെ പഠിച്ചേ? നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ബയോട്ട്-സാവർട്ടിലാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? കറണ്ട് ഒഴുകുന്നൊരു വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അദ്ദേഹം കോമ്പസ് നീഡിൽ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് മനസ്സിലാക്കിയത്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് വയർ. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാണ്? ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ, വയറിന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്ര ഫീൽഡ് ഉണ്ട്? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ തന്നത് ബയോട്ടും-സാവർട്ടും ആണ്. അതിനെയാണ് ബയോട്ട്-സാവർട്ട് ലോ എന്ന് വിളിക്കുക. എന്താ ബയോട്ട്-സാവർട്ട് ലോ? ഒരു
കറണ്ട് ക്യാരിങ് വയറിൻ്റെ ചെറിയ എലമെന്റ് കൊണ്ട് ഒരു പോയിന്റിലെ ഫീൽഡ്, മൊത്തം വയർ കൊണ്ടുള്ള ഫീൽഡ് അല്ല, ചെറിയ എലമെന്റ് കൊണ്ട് ഒരു പോയിന്റിലെ ഫീൽഡ് എന്തിനൊക്കെ പ്രൊപ്പോർഷനാണ്? 3 കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷനാണ്. ഒരു കാര്യത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഏതാ 3 കാര്യങ്ങൾ? അത് ഈ ഫോമിൽ നോക്കിയാൽ മതി. ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ, കറണ്ടിന്, എലമെന്റിന്റെ ലെങ്ത്തിന്, സൈൻ തീറ്റയ്ക്ക് ആർ അല്ലേ ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഡിനോമിനേറ്റർ വരുന്ന ആർ സ്ക്വയർ, അപ്പൊ എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അവിടെ വരുന്ന കോൺസ്റ്റന്റ് μ0/4π ആണ്. μ0 എത്രയാണ്? μ0 4π10⁻⁷ ആണ്. എങ്ങനെ വെക്ടർ ഫോമിൽ എഴുതാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ DL ആർ സൈൻ തീറ്റനെ നമുക്ക് എന്ത് എഴുതാം? DL ക്രോസ് ആർ എന്ന് എഴുതാം വെക്ടർ ഫോമായി. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഫോം എന്താ? ഈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഡയറക്ഷൻ ഏതാ? ഡയറക്ഷൻ DL ക്രോസ് ആറിന്റെ ഡയറക്ഷൻ. എങ്ങനെയാ DL ക്രോസ് ആറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയാം അല്ലേ? എപ്പോഴും നമ്മൾ പറയില്ലേ A ക്രോസ് B ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? റൈറ്റ് ഹാൻഡ് റൂള്. ഇതാണ് A, ഇതാണ് B എങ്കിൽ A ക്രോസ് B പിടിക്കാം. റൈറ്റ് ഹാൻഡ് നമ്മൾ എയുടെ ഡയറക്ഷനിൽ പിടിക്കണം, സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം അല്ലെ? എ ഡയറക്ഷൻ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബിയിലേക്ക് കേൾ ചെയ്യണം. അപ്പൊ തമ്പ് തരുന്ന ഡയറക്ഷനിലാണ് A ക്രോസ് B അല്ലെ? ഈ ഡയറക്ഷനിലാണ് A ക്രോസ് B. A ക്രോസ് B ഡയറക്ഷൻ കാണിക്കുന്നത് എൻ ക്യാപ്പ് ആണ്. അപ്പൊ DL ക്രോസ് ആർ പിടിക്കാം. DL ക്രോസ് ആർ നമ്മൾ തന്നിട്ടുള്ള ഫിഗറിൽ നോക്കൂ. DLന്റെ ഡയറക്ഷനിൽ നിങ്ങൾ വലത്തെ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിക്കും മുകളിലേക്ക്, ഞാൻ പിടിച്ച പോലെ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ DL ക്രോസ് ആറല്ലേ, ആറിലേക്ക് തിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കൂ, ഞാൻ ഇങ്ങനെ പിടിച്ച് എനിക്ക് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കണം. മനസ്സിലായോ? അപ്പൊ DL ക്രോസ് ആറിലേക്ക് തിരിച്ചു. അപ്പൊ തമ്പ് പിടിക്കാൻ നിൽക്കുന്നത് തമ്പ് ഈസ് ഇൻ ടു ദ സ്ക്രീൻ. DLന്റെ ഡയറക്ഷനിൽ റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു, ആറിലേക്ക് കേൾ ചെയ്തു. തമ്പ് പിടിക്കാൻ നിൽക്കുന്ന തമ്പ് ഈസ് ഇൻ ടു ദ സ്ക്രീൻ. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് പിടിക്കുക. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് ഇൻ ടു ദ സ്ക്രീൻ. മനസ്സിലായോ? DL ക്രോസ് ആറിന്റെ ഡയറക്ഷനാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ സ്ക്രീൻ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ, ഇതാണ് ബയോട്ട്-സാവർട്ട് ലോ. നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയി വിചാരിച്ചു. മാഗ്നറ്റിക്സിലെ 2 ലോയും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആംബിയസ് ലോ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ബയോട്ട്-സാവർട്ട് ലോ പഠിച്ചു. ഓക്കെ, താങ്ക് യു.